വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂരുള്ള ദേശീയപാതയുടെ വീഡിയോ ചെയ്യണമെന്നൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ശക്തമായ മഴ കാരണം നമുക്ക് കണ്ണൂരുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിച്ചില്ല. കാരണം ഡ്രോണൊക്കെ മഴയത്ത് പുറത്തു വന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമ്മളിന്ന് വടകര ദേശീയപാതയിൽ ഒരു ചോർച്ച സമയം നോക്കിയിട്ട് വടകര ദേശീയപാതയിലെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ വടകര നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. വടകര തെരുവത്ത് ജംഗ്ഷൻ്റെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ആ ഒരു വൺ സൈഡിൽ ഇപ്പോൾ ഗാർഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് വർക്കാണ് വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ നോക്കിയിട്ട് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നൊരു ചൊല്ലുണ്ട്. അതേപോലെ മഴ നോക്കിയിട്ട് വാഗാട് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം കോൺക്രീറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് അറിയില്ല. എന്തായാലും മഴക്കാലത്ത് ഇപ്പോൾ കോൺക്രീറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകും ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ്. ഇവിടെയൊക്കെ മഴക്കാലത്തുള്ള അതിദയനീയമായ കാഴ്ച എന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വൺ സൈഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് നല്ല രീതിയിലുള്ള ബ്ലോക്കായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തി വെച്ചതാണ്. അപ്പോൾ മഴയൊക്കെ നോക്കി നമ്മൾ അതിൻ്റെ തക്കം പാർത്തുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പോൾ മഴക്കാലത്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ക്ഷമിച്ചുകൊണ്ട് കാത്തു നിന്നുകൊണ്ട് വേണം വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് വേണ്ടതുണ്ട്. നമ്മളെ വടകരയെ സംബന്ധിച്ചോളം വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് മഴക്കാലത്തുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നിന്നൊക്കെ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ മഴക്കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മഴ പെയ്യുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് അതേപോലെ തന്നെ നമ്മുടെ ഹോളിഡേ മാള് വെറും പേര് പോലെ തന്നെ ഹോളിഡേ മാളായി പോയിട്ടുണ്ടോ എന്ന് സംശയം. കാരണം ഇതുവരെ ആ മാള് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വടകരയിൽ മഴ പെയ്തപ്പോൾ അതിശക്തമായ ട്രാഫിക് ബ്ലോക്കും അതിലുപരി നല്ല രീതിയിൽ വെള്ളക്കെട്ടുമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലത്തുള്ള നമ്മുടെ മാർച്ച് 13 ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പിന്നെ നമ്മളെ കരിമ്പനപ്പാലം ഭാഗത്തേക്ക് പോവുകയാണ്. കരിമ്പനപ്പാലം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ ഒക്കെ നേരത്തെ കോൺക്രീറ്റിംഗ് റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടില്ല. പഴയ ദേശീയപാത ആർക്കെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാർക്ക് നമ്മളെ ഈ കരിമ്പനപ്പാലം സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സന്ദർശിക്കാവുന്നതാണ്. കാരണം ഒരുപാട് വർഷം മുന്നേ പഴക്കമുള്ള അതേ ദേശീയപാത യാതൊരു മാറ്റവുമില്ലാതെ അതേപോലെ വാഗാട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും കരിമ്പനപ്പാലം പ്രദേശത്തും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം അവിടെ കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന ഒരു തോടുണ്ട്. ആ തോടിൻ്റെ ഒരു ഭാഗത്ത് ഈ ഡ്രൈനേജിൻ്റെ ആ തോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ആ ഒരു ഭാഗത്ത് കുറച്ച് 3 വരിയുടെ സർവീസ് റോഡിൻ്റെ താറിങ് ആയിരുന്നു കഴിഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അതിന് മുന്നേ കരിമ്പനപ്പാലം ഈ ഒരു ഭാഗത്തൊരു ഫ്ലൈ ഓവറിൻ്റെ 5 ഗേഡറിൻ്റെ മുകളിൽ ഇതുവരെയും കോൺക്രീറ്റ് ചെയ്യാൻ വാഗാടിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ ഒരു പ്രദേശമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ ഒരു കരിമ്പനപ്പാലം തോടിൻ്റെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഏതാനും സർവീസ് റോഡിൻ്റെ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത്. അതിലൂടെയും ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ വാഗാട് ട്രാഫിക് ബ്ലോക്ക് ഗുരുതരമായപ്പോൾ ആ പൈപ്പിട്ട ഭാഗത്തു കൂടെ മണ്ണൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും അതിലെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വടകര മുതൽ കരിമ്പനപ്പാലം വരെയുള്ള മഴക്കാലത്തെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകിയത്. ഈ ഒരു പ്രദേശത്തൊക്കെ പഴയ ദേശീയപാത നമ്മളെ കരിമ്പനപ്പാലം അതോടൊപ്പം തന്നെ കോട്ടക്കാട് ഭാഗമൊക്കെ പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്ത് ഇവിടെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതിന് ശേഷം നമ്മൾ TVSൻ്റെ ഷോറൂമിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ഫ്രണ്ട് ഭാഗത്താണ് ആ ഒരു കാഴ്ച. ഇവിടെയൊക്കെ ഇനിയും പില്ലറിൻ്റെ മുകളിൽ ഗേഡറും കരിമ്പനപ്പാലം ഈ ഒരു MIGയുടെ ഫ്രണ്ട് ഭാഗത്ത് പില്ലറിൻ്റെ മുകളിൽ ഇനിയും ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. കുറച്ച് ഭാഗമൊക്കെ ഗേഡർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് വർക്കുകൾ ഈ ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ വർക്ക് എവിടെയും എത്താത്തത് കാരണം നല്ല രീതിയിലുള്ള ദുരന്ത കാഴ്ചയാണ് സത്യത്തിൽ ഇവിടെ വാഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ട്രാഫിക് ബ്ലോക്ക്, അതിൻ്റെ ഇടയിൽ മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ തുരുതുര നിർത്തിയിട്ടത്. അപ്പോൾ നമ്മളെ പാറമല സ്കൂളിൻ്റെ ആ ഒരു ഭാഗമാണിത്. ഇവിടെയാണ് ഇപ്പോൾ കമ്പികളൊക്കെ ഗേഡറിൻ്റെ മുകളിൽ കമ്പികളൊക്കെ കെട്ടിക്കൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വാഗാട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വടകരയുള്ള പുതിയ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ ജസ്റ്റ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള വീഡിയോ മഴ ഒന്ന് മാറുന്നതിന് ശേഷം അടുത്ത നമ്മളെ വീഡിയോനകത്ത് ചെയ്യും.
അപ്പോൾ ക്ഷമിക്കൂ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.